പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്ന് ഒരു വേദവചനം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 118 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് മഹത്വം. നമ്മുടെ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ദൈവത്തിനെ സ്തോത്രം ചെയ്യണമെന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. 5-6 വാക്യം വായിക്കുമ്പോൾ, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവയെ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതത്തിൽ വിശാലത വേണമെങ്കിൽ ഒരു ഞെരുക്കമുണ്ടാകണം. ആ സമയം നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ആ വിളി അല്ലെങ്കിൽ ആ പ്രാർത്ഥന നമ്മുടെ ദൈവം കേൾക്കും. വിശാലതയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ മനുഷ്യരുടെ മുഖത്ത് നോക്കരുത്. ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ നിലവിളിച്ചപ്പോൾ നമ്മുടെ നിലവിളി കേട്ട് നമ്മളെ വിശാലതയിൽ കൊണ്ടുവന്നു എങ്കിൽ ഹൃദയം നിറഞ്ഞ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിന് നമ്മൾ മടി കാണിക്കരുത്. അതിന് നമ്മൾ ആരെയും നോക്കണ്ട. ആര് വിലക്കിയാലും നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവം സ്തോത്രം ആഗ്രഹിക്കുന്നു. കാരണം ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത വരുത്തിയെങ്കിൽ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ദൈവമാണ് അതിന് അവകാശി. അതുകൊണ്ട് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തിന് എല്ലായ്പ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് വരുന്നതാണ് സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. ഇടവിടാതെ നമ്മുടെ ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും. ഏത് പ്രയാസ പ്രതികൂലം കടന്നു വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപ ദൈവം നമ്മൾക്ക് തരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പക്ഷത്ത് നമ്മുടെ ദൈവമുണ്ട്. മനുഷ്യരൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവന് നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുവാൻ തക്കമുള്ള ദൈവകൃപ തന്ന് നമ്മളെ കരുതി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, മനുഷ്യരെ നോക്കണ്ട. ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതം നയിപ്പാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നിശ്ചയമായി നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ച എന്നിയെ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ സന്ധ്യയെങ്കിൽ എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാന്, മഹത്വപ്പെടുത്തുവാന്, നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുവാന് കൃപയാലെ തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുവാൻ തക്കവണ്ണം കൃപ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ എൻ്റെ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ യഹോവ എനിക്ക് ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കിയിരിക്കയാൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കർത്താവിനെ അന്ത്യം വരെയും സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ,
അടിയനെ സഹായിക്കുമാറാകണമേ. അടിയനെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണമേ. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കുമാറാകണമേ. ഉറപ്പും ധൈര്യമുള്ളവരായി ഈ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നടുത്ത വചനമാ കർത്താവേ. ഈ വചനത്തിൻ്റെ കാഴ്ചപ്പാടുകളാൽ ഓരോ മക്കളെയും നിറച്ച് നടത്തണം. ഈ രാത്രികാലം നല്ല ഉറക്കും ആശ്വാസം തരണം. സമാധാനത്തോടെ ഉണരണം. എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.